സ്കിന്ന് എന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കണോ, ഒട്ടും തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടല്ലോ എത്ര പ്രായം ചെന്നാലും ചുളിവുകൾ വീഴത്തില്ല കേട്ടോ. ഈ റോസയുടെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന റോസ ചെടിയില്ലേ, ഈ റോസയുടെ പൂ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ റോസ് വാട്ടർ ഉണ്ടാക്കിയിട്ട് എന്ന് രാത്രി ഫേസിൽ തേച്ച് മസാജ് ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ സ്കിൻ ചുളിവുകൾ വീഴത്തില്ല, സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കും. നല്ലൊരു തിളക്കം കിട്ടും സ്കിന്നിന്. അപ്പം നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന എന്തെങ്കിലും റോസ മതി, വെള്ളയോ റോസോ ചുമപ്പോ ഏതാണെങ്കിലും എടുത്താൽ മതി കേട്ടോ. നമ്മുടെ വീട്ടിൽ മുറ്റത്ത് നിൽക്കുന്ന റോസ് തന്നെ എടുക്കണം കേട്ടോ. നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന റോസ ഉണ്ടല്ലോ, ഈ പൂക്കടയിലുള്ള അത് എടുക്കരുത് കേട്ടോ, കാരണം അത് മരുന്നൊക്കെ അടിച്ച് വരുന്നതായിരിക്കും. നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന വെള്ളം ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം റോസ ഒരു 3-4 റോസയുടെ പൂക്കൾ പറിച്ചെടുക്കുക, പിന്നെ ഒരു 1/2-3/4 ഗ്ലാസ്സോളം വരുന്ന രീതിയിൽ വെള്ളം എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മൾ അടത്തി വെച്ചേക്കുന്ന ഇതളുകളെല്ലാം തന്നെ ഇങ്ങനെ കൊട്ടിയിട്ടിട്ട്, മോക്കുരുള്ള കുട്ടികൾക്ക് നല്ലതാണ് ഈ ആര്യവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം മോക്കുരുള്ള കുട്ടികൾക്ക് മോക്കുരു വരാതിരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്, അഥവാ മുഖത്ത് മോക്കുരു ഉണ്ടെങ്കിൽ പോകാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ആര്യവേപ്പിൻ്റെ തണ്ടുണ്ടെങ്കിൽ 2 തണ്ടുണ്ടെങ്കിൽ ഇതുപോലെ ഊർത്തിട്ടോ കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നമ്മൾ നമ്മുടെ തലമുടിക്ക് നല്ലതല്ല ഈ ഒരു റോസ്മെരി. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ സ്കിന്നിലുണ്ടല്ലോ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാനൊക്കെ ആയിട്ട് നമുക്ക് സ്കിന്നിന് വളരെ നല്ലതാണ് റോസ്മെരിയുടെ ലീഫ്. അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നുള്ളിട്ട് കൊടുക്കാം, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്തോ. ഇനിയിപ്പം റോസ്മെരിയുടെ ലീഫ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് തരാം, ഞാൻ ലിങ്ക് ഇട്ട് തരാം കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ റോസയുടെ പൂക്കൾ കിട്ടാനില്ലാത്ത പിള്ളേർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ റോസിൻ്റെ ലീഫിൻ്റെ പൗഡറുകൾ വാങ്ങാൻ കിട്ടും. അപ്പം അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ ഇട്ട് കേട്ടോ. അപ്പം റോസിൻ്റെ ഞാൻ ഇത്തിരി പൗഡറും കൂടെ ഇട്ട് കൊടുത്തായിരുന്നു ഒരു കളർ കിട്ടാനായിട്ട്. അപ്പം അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണുണ്ട്. അപ്പം ഇത് എല്ലാത്തിൻ്റെ ആര്യവേപ്പിൻ്റെയും റോസയുടെ എല്ലാത്തിനും സത്തൊന്ന് ഇളകി ഒന്ന് ക്ലിയറായിട്ട് അവിടെ ഇരിപ്പുണ്ടാവും. എന്നിട്ട് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഈ അലോവേര നിൽക്കുന്നുണ്ടെങ്കിൽ അലോവേരയുടെ നല്ല ഫ്രഷ് ജെല്ല് എടുക്കുകയാണെങ്കിൽ സ്കിന്നിൽ നമുക്ക് സ്കിന്ന് നല്ല ഒരു കൊറിയൻ സ്കിന്ന് ലുക്കിൽ നമുക്ക് സ്കിന്ന് നല്ല ചുളിവുകളൊന്നും വീഴാണ്ട് നല്ല ഒരു തിളക്കം കിട്ടും. നിങ്ങളത് തേച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവട്ടെ. നിങ്ങൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ദിവസം തേച്ചാൽ മതി. നിങ്ങൾ തേച്ചിട്ട് കിടന്ന് നിങ്ങൾ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഈ അലോവേരയുടെ ജെല്ല് നാച്ചുറലായിട്ട് വീട്ടിലുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് ഞൊരടി ഒന്ന് ഇതുപോലെ പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോൾ നല്ല റോസ് വെള്ളം കിട്ടും. നമ്മുടെ റോസയുടെ ആ ഒരു വെള്ളം കിട്ടും. ആ വെള്ളം നമ്മൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ചീമ്പി വെച്ചേക്കുന്ന നമ്മുടെ അലോവേരയുടെ ജെല്ലില്ലേ, അതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന റോസയുടെ വെള്ളം നമുക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ കറക്കി കൊടുക്കാം. ഇനി അലോവേര ജെല്ല് വീട്ടിൽ അലോവേര നിൽക്കുന്നില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അലോവേരയുടെ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ജെല്ലുണ്ടല്ലോ, ആ ജെല്ല് ഇട്ട് കൊടുത്താലും മതി. 1 സ്പൂൺ 1.5 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അലോവേര ജെല്ല് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. ഓഫർ പ്രൈസിൽ ഞാൻ അലോവേരയുടെ ജെല്ല് ഇട്ട് തരാം കേട്ടോ, ലിങ്ക് ഇട്ട് തരാവേ. അലോവേരയുടെ ജെല്ലും അതുപോലെ റോസ്മെരി നമ്മുടെ വൈറ്റമിൻ ക്യാപ്സൂളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. നിങ്ങൾ യൂട്യൂബിൽ പിള്ളേരെ കാണണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ലിങ്കുകളുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ ചേർത്തേക്കുന്ന എല്ലാ ഐറ്റംസും എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെയുണ്ട്. അപ്പം വേണ്ടവർ ഒന്ന് ചോദിച്ചേരെ, ഫേസ്ബുക്കിലുള്ള പിള്ളേർ കേട്ടോ. എന്നിട്ട് ഇതുപോലെ വൈറ്റമിൻ ക്യാപ്സൂള് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്ത് ഒഴിക്കുവാണെങ്കിലുണ്ടല്ലോ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും, കേടാവാതിരിക്കും. ഒരു 2 ആഴ്ചയൊക്കെ ഇരുന്നാലും ഈ വെള്ളം കേട് വരത്തില്ല കേട്ടോ. അപ്പം ഒരു വൈറ്റമിൻ ക്യാപ്സൂൾ പൊട്ടിച്ചെടുത്ത് ഒഴിക്കാം. പിന്നെ 2 തുള്ളി ഗ്ലിസറിൻ, 2 തുള്ളി എടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഗ്ലിസറിൻ വേണ്ട കേട്ടോ. സ്കിന്നിൽ ചുളിവുകൾ വീഴാതിരിക്കാൻ നല്ലതാണ്, സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ നല്ലതാണ്. നമ്മൾ പ്രായം ചെല്ലുന്നതിനൊക്കെ മുൻപേ തന്നെ നമ്മുടെ ഫേസിലൊക്കെ ഇങ്ങനെ ചുളിവുകളും അതുപോലെ ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ 2 തുള്ളി ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം രാത്രി കിടക്കുന്നതിന് മുൻപ് ഫേസിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കഴുകി കളയണ്ട, ഇത് തന്നെ വെറുതെ ഫേസിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. പിറ്റേന്ന് രാവിലെ വെറുതെ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. ഒരു ചെറിയൊരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് അടച്ചു വെച്ചിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഏകദേശം 1 മാസത്തോളം കേടാവാതിരിക്കും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ നാച്ചുറൽ അല്ലേ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് റിസൾട്ട് ഒന്ന് പറയേ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇതുപോലെ ടിപ്സ് വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്യാം കേട്ടോ. ബൈ.